ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമ്മളൊരു ലൈനിങ് ബ്ലൗസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ലൈനിങ് വെച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്തതെന്നും അതിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. ഒരാൾക്കുടെ ബ്ലൗസാണ്, രണ്ട് ബ്ലൗസ് ഉണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. നമുക്ക് ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് 500 രൂപ കൊടുത്ത് ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാ മോഡലും ചുരിദാറും ബ്ലൗസ് നൈറ്റി അതുപോലെ തന്നെ ഫ്രോക്കുകൾ എല്ലാം 6 മാസത്തെ കോഴ്സാണ്. വെറും 500 രൂപയുള്ളൂ. നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. സംശയങ്ങൾ വാട്സപ്പിലൂടെ എല്ലാം പറഞ്ഞു തരും. വീഡിയോ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം, വാട്സപ്പിൽ വരിക. ഓക്കെ. വീട്ടമ്മമാർക്ക് കുറച്ചൊക്കെ തയ്യൽ അറിയാവുന്നവർക്കും ഒട്ടും അറിഞ്ഞുകൂടാത്തവർക്കും പഠിക്കാവുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പിള്ളേർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കയറാൻ താല്പര്യമുണ്ടെങ്കിൽ ചേരുക. അതായത് ചുരിദാർ ബോഡിയിൽ നിന്ന് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കണമെന്ന്, ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്നതും അളവ് ചുരിദാറായാലും ബ്ലൗസായാലും ഏത് അളവിൽ നിന്ന് നമ്മൾ എങ്ങനെ അളവെടുത്ത് തയ്ക്കുന്നതെന്ന്, ചുരിദാർ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ പാൻറ്റായാലും ടോപ്പായാലും എങ്ങനെ അളവെടുക്കണമെന്നുള്ള രീതിയിലാണ് എല്ലാ ക്ലാസ്സും പറഞ്ഞു തരും. എല്ലാ മോഡലും പറഞ്ഞു തരും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേരുക. അതായത് ചുരിദാർ, ബ്ലൗസ്, നൈറ്റി, ഫ്രോക്ക് എല്ലാ മോഡലും ഉണ്ട്. പിന്നെ എല്ലാ മോഡലും വെറും 500 രൂപ ഉള്ളൂ. പിന്നെ ആദ്യത്തെ ഒരു പീസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേരുക പഠിക്കാൻ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ലൈനിങ് ബ്ലൗസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം മെയിൻ പീസ് കട്ട് ചെയ്യാം. ലൈനിങ് നമ്മളിപ്പോൾ 1 മീറ്ററാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിടണം. ലൈനിങ്ങിനെ നേരെ ഇത് രണ്ടായിട്ട് മടക്കിയിടണം കണ്ടോ. മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് വണ്ണം, ഇത് വണ്ണം. ഇങ്ങനെയാണ് ഇറക്കം. ആദ്യം നമ്മൾ എടുക്കുന്നത് ഇറക്കമാണ്. തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇവിടെ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ തുണി ലെവലല്ലെങ്കിൽ ലെവലാക്കണം. ഇത് കുഴപ്പമില്ല, കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്ന ഇറക്കം എടുക്കണം. നമ്മുടെ ഇറക്കം പറഞ്ഞേക്കുന്നത് 15.5 ഇറക്കം വന്നേക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് കൂടെ കൂട്ടണം. അപ്പോൾ 16.5. 1 ഇഞ്ച് കൂട്ടുന്നത് 15 നമുക്ക് ബോഡി ഇറക്കം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടുന്നത് ഇവിടെ അരയിഞ്ച് പോവും. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ അരയിഞ്ച് പോവും. അതിന് വേണ്ടിയാണ്. അപ്പോൾ 16.5 മാർക്ക് ചെയ്യുക. ഓക്കെ. 16.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ലൈൻ കൊടുക്കുക. ഇനി നമുക്ക് കാണേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ കഴിഞ്ഞിട്ടുള്ളത് 14 14 വരുമ്പോൾ 7 മാർക്ക് ചെയ്യുക. 7 മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ ഇറക്കം എത്ര നോക്കണം. ബാക്ക് നെക്ക് ഇറക്കം 7.5 വന്നേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 2 ഇഞ്ച് വരെ നമുക്ക് ബാക്ക് നെക്ക് 2 ഇഞ്ച് വരെ ഉണ്ടെങ്കിൽ, ഇപ്പം ബാക്ക് നെക്ക് 2 ഇഞ്ച് വരെ ഉണ്ടെങ്കിൽ 7 തന്നെ കൊടുക്കാം. ഷോൾഡർ കിട്ടിയ ഷോൾഡറിൻ്റെ പകുതി തന്നെ കൊടുക്കാം. 2 ഇഞ്ച് കൂടിയാൽ നമ്മൾക്ക് ഇപ്പോൾ ഇതിനകത്ത് 7.5 വന്നിരിക്കുന്നത് 1 ഇഞ്ചിന് 1/4 ഇഞ്ച് വെച്ച് കുറയ്ക്കണം. അപ്പം പിന്നെ 4 ഇഞ്ച് കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ 1 ഇഞ്ച് കുറയ്ക്കണം. 1.25 ഇഞ്ച് കൂടെ കിട്ടിയ ഷോൾഡറിൽ നിന്ന് 1.25 ഇഞ്ച് കുറയ്ക്കണം. മനസ്സിലായല്ലോ. നമുക്ക് 5.75 ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഷോൾഡർ നമുക്ക് എത്ര കിട്ടിയെന്ന് വെച്ചിട്ട് അതിൻ്റെ പകുതി എടുക്കണം. 14 7 മാർക്ക് ചെയ്ത്. എന്നിട്ട് ബാക്കിലെ നെക്ക് ഇറങ്ങുന്ന നമ്മൾ ഈ 7 ഇഞ്ച് തന്നെ ബാക്ക് നെക്ക് എനിക്ക് തന്നേക്കുന്നവർ 7.5 ഇഞ്ചാണ്. അപ്പോൾ ഈ 7.5 ഇഞ്ച് തന്നെ എടുത്തിട്ട് ഈ 7 ഇഞ്ച് ഷോൾഡർ കൂടെ കൊടുത്താൽ കഴുത്തിറങ്ങിപ്പോവും. അപ്പം 2 ഇഞ്ച് വരെ നമുക്ക് ഉള്ളെങ്കിൽ ഈ 7 ഇഞ്ച് കൊടുക്കാം. 2 ഇഞ്ച് കൂടുതൽ നമുക്ക് നെക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് 1 ഇഞ്ചിന് 1/4 ഇഞ്ച് വെച്ച് കുറയ്ക്കണം.
അങ്ങനെ ഇവിടെ 1.25 ഞാൻ കുറച്ചു. അപ്പം ബാക്കി നമുക്ക് 5.25 ഉണ്ട്. നമ്മൾ ലൈനിങ് ചുരിദാർ നമ്മൾ ലൈനിങ് ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം ലൈനിങ്ങിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. മെയിൻ പീസ് നമുക്ക് മാറ്റി വെക്കാം. ആദ്യം ലൈനിങ് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിടണം. മടക്കിയിട്ടതിന് ശേഷം ഇവിടെ തുണി ലെവലല്ലെങ്കിൽ തുണി ലെവലാക്കണം. ഇത് നമുക്ക് കറക്റ്റാണ്. ഇനി നമുക്ക് വേണ്ടുന്ന ഇറക്കം എത്രയാണെന്ന് വെച്ചാൽ അത് എടുക്കണം. എനിക്കിവിടെ കിട്ടിയേക്കുന്ന ഇറക്കം 15.5 അപ്പോൾ ഈ 15.5 മാർക്ക് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് കൂടെ കൂട്ടണം. 16.5 എടുക്കണം. 1 ഇഞ്ച് കൂട്ടുന്നത് ഇവിടെ 1/2 ഇഞ്ച് തൈ എത്തുമ്പോൾ പോവും, ഇവിടെ 1/2 ഇഞ്ച് പോവും. അപ്പോൾ 16.5 മാർക്ക് ചെയ്യുക. ഓക്കെ, എത്ര ഇറക്കത്തിൻ്റെ കൂടെ അതിൻ്റെ 1 ഇഞ്ച് കൂട്ടണം കേട്ടോ. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ അങ്ങ് കഴിഞ്ഞിടാം. ഇനി വേണ്ടുന്നത് ഷോൾഡറാണ്. ഷോൾഡർ നമുക്ക് 7.5 കഴുത്തിറക്കമുണ്ട്. ബാക്ക് നെക്കിന് 7.5 ഉണ്ട്. അപ്പോൾ ഇവിടെ അന്നേരം 5.25 എടുത്താൽ മതി. 7.5 വരുമ്പോൾ 5.25 എടുത്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം 5.25 മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് വന്നിരിക്കുന്നത് 40 40 വന്നപ്പോൾ 10 ഇടുക. 40ൻ്റെ 4-1 10 മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ചെസ്റ്റ് ലൈൻ കിട്ടി. ഇപ്പം നമ്മൾ ഷോൾഡർ കിട്ടിയ 14 ഷോൾഡർ നമുക്ക് 5.25 അതായത് നെക്ക് 7.5 വന്നുകൊണ്ട് ഷോൾഡർ 5.25 അത് കഴിഞ്ഞതിന് ശേഷം അത് തന്നെ കൈക്കുഴി എടുത്ത് അവിടെ നിന്ന് നമുക്ക് ചെസ്റ്റ് ലൈൻ 40 40ൻ്റെ 4-1 ഭാഗം 10. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്കിവിടെ നെക്ക് ലെന്ത് വന്നിട്ടുള്ളത് 7.5 7.5 വന്നപ്പോൾ നെക്കിൻ്റെ വിത്ത് 3 അപ്പോൾ 2.25 എടുത്താൽ മതി. നമ്മൾ തയ്ച്ച് വരുമ്പോൾ 3 ആയിക്കോളും. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ട് ഒരു 3.25 എടുക്കുക. അത് 1/4 ഇഞ്ച് കുറച്ചെടുക്കുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പിൽ തയ്ച്ച് വരുമ്പോൾ അത് 3 ആയിക്കോളും കേട്ടോ. എന്നിട്ട് നമുക്കിത് ബോക്സ് ആക്കാം. എന്നിട്ട് ഒരു സ്ക്വയർ മാതിരിയുള്ള നെക്ക് മതിയെങ്കിൽ ഇതേപോലെ ചെയ്യുക. റൗണ്ട് എടുക്കുക. സ്ക്വയർ മാതിരിയുള്ള, സ്ക്വയർ അല്ല എന്നാലും സ്ക്വയർ മാതിരികളിലൊക്കെ അതെല്ലാം ഒത്തിരി യു ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ യു ആക്കി എടുക്കുക. എന്താ സ്ക്വയർ മാതിരി ആണെങ്കിൽ ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ എടുക്കുക. അപ്പം യു ആയിട്ട് വേണമെങ്കിൽ ഇതേപോലെ എടുക്കുക. ഞാൻ ഈ രീതിയാണ് എടുക്കുന്നത്, സ്ക്വയർ മാതിരിയുള്ള യു. ഇത്ര മനസ്സിലായല്ലോ. ചെസ്റ്റ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തു 10 ഇഞ്ച്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഇത് ഈ കിട്ടിയിരിക്കുന്നില്ലേ 5.25 അതിൻ്റെ ഹാഫ് മനസ്സിലാക്കണം. 5.25ൻ്റെ പകുതി 2.25 ഒരു പോയിന്റ് കൂടെ. എന്നിട്ട് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത്ര മനസ്സിലായല്ലോ. എന്നിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്യും. ഇത് നമുക്ക് കൈ കൊണ്ട് ചെയ്യുന്നതാണ്. ഇങ്ങനൊരു ആംപൾക്കർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഹാഫ് മനസ്സിലാക്കിയിട്ട് അവിടെ ഇങ്ങനെ വെക്കുക. കണ്ടോ? അപ്പം കൈ എല്ലാം കറക്റ്റാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് പോവാം. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് ഭാഗത്ത് വണ്ണം കാണണം. വേസ്റ്റ് ഭാഗത്ത് വണ്ണം വന്നിരിക്കുന്നത് 32. അപ്പോൾ കെട്ടെടുക്കുക. അപ്പം നമുക്ക് മനസ്സിലായല്ലോ. നെക്ക് ബാക്ക് നെക്ക് 7.25 എടുത്തു. നെക്ക് വിത്ത് 2.25 എടുത്തു. ഷോൾഡർ 5.25, കൈക്കുഴി 5.5. അവിടുന്ന് ചെസ്റ്റ് ലൈൻ
40 4 10. വേസ്റ്റ് ഭാഗത്ത് വണ്ണം വന്നേക്കുന്നത് 32. അപ്പം വന്നപ്പോൾ 8 എടുത്തു. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ലൈൻ രണ്ടും കൂടെ യോജിപ്പിക്കും. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് എടുക്കാം. എന്നിട്ട് ഇവിടെ യു ആണെങ്കിൽ ഇതേപോലെ ചെയ്യാം. ഒരു സ്ക്വയർ യു ആണെങ്കിൽ ഈ കോർണറിൽ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേ ഷേപ്പ് എടുക്കും. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം നെക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഷോൾഡറിൽ നിന്ന് താഴോട്ട് കൈ പറ്റുമ്പോൾ നോക്കിക്കോ കേട്ടോ. അതെ, നമ്മളിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നേരെ പോകരുത്, അതായത് ഇങ്ങനെ കട്ട് ചെയ്യരുത്. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ചരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനായിട്ട് നമ്മളിതിങ്ങനെ വെട്ടില്ലേ, ഇതിനെ നമുക്ക് പിന്നെ തിരിച്ചിടണം. ഉണ്ടാ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ നേരം നമ്മൾ ബാക്ക് പീസ് ഇവിടുന്ന് കട്ട് ചെയ്ത് തുണിയെ ഇങ്ങോട്ട് ഓപ്പൺ വരുന്ന ഭാഗത്ത് നമ്മുടെ വശത്തോടിടണം. ഓപ്പൺ വരുന്ന ഭാഗത്ത് നമ്മുടെ വശത്തിട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെ ഇടണം. കറക്റ്റ് ഞാൻ ആക്കിയതിന് ശേഷം നമ്മൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയിരിക്കാൻ വേണ്ടി ഒരു വെയിറ്റ് കൊടുക്കുന്നതാണ്. ഈ പടി അരിപ്പടി കൊളുത്ത് വെക്കുന്ന പടിക്ക് കണ്ടോ ഇതേപോലെ തള്ളിയിടണം. ബാക്ക് പീസ് വെക്കുമ്പോൾ 4 ഇഞ്ച് കഴിച്ചിട്ട് വേണം വെക്കാൻ. ഇത് കണ്ടോ ഇതേപോലെ. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്കൊരു 1.5 ഇഞ്ച് കൂട്ടിയെടുക്കാം. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ നെക്ക് ലൈനും കൈക്കുഴിയെല്ലാം മാർക്ക് ചെയ്യാം. അല്ല ഈ ബോഡി അടക്കം നമ്മൾ എടുത്തില്ലേ ബാക്ക്, അതിനേക്കാൾ 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക ഫ്രണ്ട്. എന്നിട്ട് നെക്ക് ലൈനും ഷോൾഡറും കൈക്കുഴിയും വണ്ണവും എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് മാറ്റാം. ഇത് നെക്കിൻ്റെ ലെന്ത് എത്രയാണെന്ന് വെച്ചാൽ അതെടുക്കാം. ഫ്രണ്ട് എത്ര 7 ഇഞ്ച്, ഫ്രണ്ട് 7 ഇഞ്ച്, 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മൾ 2.25 എടുത്തത്. എന്നിട്ട് അവിടെ നിന്നിങ്ങനെ ലൈൻ ചെയ്യാം. സ്ക്വയറാക്കി ഇതിനെ നമുക്ക് യു ഷേപ്പ് ആക്കാം. ഉണ്ടല്ലോ. ഇനി നമുക്ക് ടക്ക് പോയിന്റ് വീതി എന്ന് പറയുന്നത്, അതായത് നിപ്പിൾ പോയിന്റ് വീതി. അതായത് നിപ്പിൾ പോയിന്റ് വീതി വന്നേക്കുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് വരുമ്പോൾ 3.5 ഇഞ്ച് ഉണ്ടോ, ഈ 4 ഇഞ്ച് കഴിഞ്ഞിട്ട് വെച്ചത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് വേണം ടക്ക് പോയിന്റ്, ടക്കിൻ്റെ ഇറക്കം എടുക്കാൻ. ടക്കിൻ്റെ ഇറക്കം 10 ഉണ്ടോ. പിന്നെ നിപ്പിൾ പോയിന്റിൻ്റെ വിത്ത് വന്നേക്കുന്നത് 7 ഇഞ്ച്. 7 ഇഞ്ചിൻ്റെ പകുതി 3.5 ഈ 4 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് ടക്ക് പോയിന്റ്, അതായത് ടക്കിൻ്റെ ഇറക്കം നോക്കണം. ഈ ഷോൾഡറിൽ ടേപ്പ് ഇങ്ങനെ വെച്ചതിന് ശേഷം 10 കിട്ടിയത്. അപ്പോൾ 10 മാർക്ക് ചെയ്യുക.
എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ലൈൻ ചെയ്തു കഴിഞ്ഞല്ലോ. ഇവിടെ നമുക്കൊരു ഇവിടെ നിന്ന് നമുക്ക് ഇതിറക്കാം. 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. 4 ഇഞ്ച് മാർക്ക് ഞങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. 4 3.5 മതി കേട്ടോ. 3.5 മാർക്ക് ചെയ്തതിന് ശേഷം 4 നല്ല ബ്രസ്റ്റൊക്കെ അധികം ഉള്ളവർക്ക് 4 ഇഞ്ച് എടുക്കുക, ഇല്ലാത്തവർക്ക് 3.5 എടുക്കുക. എന്നിട്ട് ഇങ്ങനെ 3.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ ടക്കിൻ്റെ ഇറക്കം. ഇവിടുന്ന് 3.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇത് രണ്ടും കൂടെ സെൻറ്റർ കാണാം 1.5 ഇഞ്ച്. രണ്ടിനും കൂടെ 3ൻ്റെ 1.5 ഇഞ്ച്, ഇവിടെ 1.5 ഇഞ്ച്. ഇത്രയും മനസ്സിലായല്ലോ. ഈ മെയിൻ ടക്കിൻ്റെ നീളം 1.5 ഇഞ്ച്. എന്നിട്ട് ഇങ്ങനെ കൊടുക്കും ഉണ്ടോ. എന്നിട്ട് ഇവിടുന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് ഇടുക. ഇവിടുന്ന് 1.5 ഇഞ്ച് ഈ കൈക്കൂടെ എത്ര മനസ്സിലായല്ലോ. എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ഷേപ്പ് എടുക്കുക. എന്നിട്ട് നമുക്ക് കട്ടിങ് പീസ് ഇങ്ങനെ എടുക്കും. ഇത്രയും മനസ്സിലായോ. ഇങ്ങനെ ചരിച്ചെടുക്കും. ഇവിടുന്ന് നമ്മളിവിടെ 1.5 ഇഞ്ച് എടുത്തില്ലേ, ആ 1.5 ഇവിടെ കൂട്ടിയെടുക്കുക. എന്നിട്ട് ഫ്രണ്ട് നമുക്ക് 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടാം. നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത് ടക്കിൻ്റെ വീതി, മെയിൻ ടക്കിൻ്റെ. അന്നേരം ഇവിടെ നമുക്കൊരു 1.5 ഇഞ്ച് എടുത്തിട്ട് ഞാൻ ചരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ ബാക്ക് പീസാണ് ഇങ്ങനെ കൈ കുഴിച്ചിട്ടത്. ഫ്രണ്ട് 1/2 ഇഞ്ച് കൂടെ കുഴിച്ച് വെക്കണം. നമുക്കിത് മാറ്റാം. മാറ്റിയതിന് ശേഷം കട്ടിങ് പീസ് എടുക്കാം. നമുക്കിവിടെ ഞാൻ 8 പറഞ്ഞേ ഉണ്ടോ. 8 മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്. ഇത് കഴിഞ്ഞ് ഇത് കണ്ടല്ലേ. അപ്പം നിങ്ങളിവിടെ ഇതൊരു ഷേപ്പ് ഉള്ളതാണ്. 1/2 ഇഞ്ച് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് അടിച്ച് വരുമ്പോൾ കറക്റ്റ് വീതിയായിരിക്കും. കറക്റ്റാണോ നിങ്ങൾ നോക്കുക. ബാക്ക് പീസ് എടുത്തു, ഫ്രണ്ട് പീസ് നമ്മൾ ഇങ്ങനെ വെച്ചു. ഇത് കട്ടിങ് പീസ് ഉണ്ടോ. ഇത് ഫ്രണ്ട് വശമാണ്, കൊടുത്തു വശത്താണെന്ന് മനസ്സിലാക്കുക. ഇത് കറക്റ്റ് നമ്മൾ 1.5 ഇഞ്ച് പിടിച്ച് കഴിയുമ്പോൾ ഇതേണ്ട കറക്റ്റായിരിക്കും. തയ്യൽക്കുമ്പോൾ എല്ലാം കഴിഞ്ഞ് കറക്റ്റായിട്ട് ഞാൻ 1.5 ഇഞ്ച് നമ്മൾ ഇതിലോട്ട് പിടിച്ച് കഴിയുമ്പോൾ എല്ലാം കറക്റ്റായിരിക്കും കേട്ടോ. നമ്മൾ മനസ്സിലാക്കിയല്ലോ. സ്ലീവ് വെട്ടാൻ നേരം ഇതേപോലെ രണ്ടായിട്ടല്ലേ മടക്കുന്നത്. അപ്പോൾ 2 കൈക്കും കൂടെ 4ആയിട്ട് മടക്കും. മടക്കിയതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഇറക്കം എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ കൈക്ക് ഇതിന് ബോർഡർ ഉണ്ടായത് 1 ഇഞ്ച് കൂട്ടിയാൽ മതി. ബോർഡറില്ലെങ്കിൽ 1.5 ഇഞ്ച് കൂട്ടണം. കൈയിറക്കം വന്നേക്കുന്നത് 11 11.5 എടുക്കുക. 11 വന്നുകൊണ്ട് 12 എടുക്കണം. ഇത് 1/2 ഇഞ്ച് പോകും. ഇവിടെ മടക്കി
അങ്ങനെ ലൈനിങ് ഇട്ട് മറിച്ച് വരുമ്പോൾ 1/2 ഇഞ്ച്, അപ്പോൾ 1 ഇഞ്ച് കൂടെ കൂട്ടി 12 ഇഞ്ച്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഷോൾഡർ എത്ര അങ്ങനെ കൈക്കുഴി എത്ര നമ്മളെടുത്തത് 5.75 ആ 5.75 മാർക്ക് ചെയ്യുക. എന്നിട്ടൊരു 2.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. അതായത് കൈയുടെ വണ്ണം ലൂസ് എന്തുമാത്രം എടുക്കണമെന്ന് അറിയത്തില്ലേ, അതിന് വേണ്ടിയാണ്. അതായത് നമ്മൾ കൈക്കുഴി എടുത്ത് എത്രയാണെന്ന് വെച്ചിട്ട് 5.75 എടുത്തു. കൈക്കുഴി എടുത്ത് നമ്മളിങ്ങനെ കെട്ടിയതില്ലേ, ആ 5.75 എടുത്തു. അതിൻ്റെ കൂടെ 2.5 കൂടെ കൂട്ടുക. 5.75 2.5 കൂട്ടുമ്പോൾ, എന്നിട്ട് ഇത് കറക്റ്റാണ് കേട്ടോ. 5.75 2.5 കൂടെ കൂട്ടുമ്പോൾ കേട്ടോ, ഉണ്ടോ, ഇത്ര കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് 3.5 മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഷേപ്പ് ചെയ്യുക. 3.5 ഇവിടുന്ന് കൈ കുഴിച്ചിട്ടിട്ട് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കും. കൈവണ്ണം വന്നേക്കുന്നത് 13 13 11, 5.5 എടുക്കും. 11 അന്നേരം കറക്റ്റായിട്ട് ഇങ്ങനെ വരും. അപ്പം ഈ ലൂസ് കണ്ടുപിടിക്കുന്നത് ഇതെന്തുമാത്രം കൈക്ക് വണ്ണം എടുക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. എളുപ്പം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. അതായത് കൈക്കുഴി നമ്മൾ എടുത്തേക്കുന്നതിൻ്റെ കൂടെ 2.5 കൂടെ കൂട്ടുക. 2.5 കൂടെ കൂട്ടി അവിടുന്ന് നമുക്ക് ആ എടുത്ത അളവ് തന്നെയുണ്ട്, വേണ്ടുന്ന അളവ് തന്നെയുണ്ട്. ഇവിടെ നമുക്ക് 3.5 എടുത്തിട്ട് ഇങ്ങനെ കുഴിച്ചു വെക്കാം. അപ്പം നമുക്ക് കിട്ടിയ ഈ ലൂസ് മനസ്സിലായല്ലോ. ഇതിൻ്റെ കറക്റ്റായിട്ട് എന്നൊക്കെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ലൂസ് ഉണ്ടാവില്ല. എന്തുമാത്രം തുണി എടുക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. 8.25 മതിയാവുന്നു. ഓക്കെ, കട്ട് ചെയ്യാം. അതായത് കൈക്കുഴി എത്ര എടുത്തതെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ 2.5 കൂടെ കൂട്ടിയിട്ടുണ്ടായി. ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഷോൾഡർ ജോയിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്നാണ് ഫ്രണ്ട് 1/2 ഇഞ്ച് എടുത്ത് മാറ്റുന്നത്. കൈക്കൂടെ ഭാഗത്ത് ഉണ്ടോ, ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് കട്ട് ചെയ്യും. എന്നിട്ട് ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി മനസ്സിലായല്ലോ. ഇനി നമ്മൾ ബോഡി പാർട്ടും നിങ്ങൾ നോക്കിക്കോ. ഇപ്പം നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുമ്പോൾ കൈ കുഴിച്ച് വെട്ടിയത് ഈ കൈക്കുഴിയും ഇതും കൂടെ കറക്റ്റാകുമെന്ന് നോക്കുക. ഞാൻ പറഞ്ഞു തന്ന അളവ് കറക്റ്റാണെന്ന് നോക്കുക. അല്ല, കറക്റ്റായിട്ട് നമുക്ക് 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ പിടിച്ച് വരുമ്പോൾ പോകും. അപ്പോൾ ആ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് പതുക്കെ നോക്കി തയ്ച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഉണ്ടല്ലേ, ഈ അളവ് പ്രകാരം നിങ്ങൾ കട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്യാം. ആദ്യം ബാക്ക് പീസ് കട്ട് ചെയ്യാം. ലൈനിങ് നമ്മൾ കട്ട് ചെയ്തല്ലോ. മെയിൻ പീസിനെ 2ആയിട്ട് ഇങ്ങനെ മടക്കിയിടുക. മെയിൻ പീസിനെ 2ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം ആദ്യം ബാക്ക് പീസ് കട്ട് ചെയ്യുക. ബാക്ക് പീസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതേപോലെ തന്നെ വെയിറ്റ് വെച്ചിട്ട് ചെയ്യുക. അന്നേരം നീട്ടുണ്ട്.
ഇത് നമുക്ക് ബാക്ക് പീസ് വെട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടാം. പിന്നെ ഇങ്ങനെ മടക്കണം കണ്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് പീസ് ഇതേപോലെ എടുക്കണം.